ബി ജെ പിയിലെ ഒരു ശക്തിയാണ് കെ സുരേന്ദ്രൻ. പക്ഷെ കെ സുരേന്ദ്രൻ എന്ന് പറയുമ്പോൾ ചിലർക്കൊക്കെ ചിരിയും വരും. സുരേന്ദ്രനെ പല വിശേഷണങ്ങളൊക്കെ കൊടുത്തിരുത്തിയിട്ടുണ്ട്. ഇടയ്ക്ക് സുരേന്ദ്രൻ പറഞ്ഞു 35 സീറ്റ് പിടിച്ചാൽ ഞങ്ങൾ കേരളം ഭരിക്കുമെന്നൊക്കെ പറഞ്ഞു. അതൊക്കെ പിന്നെ സമൂഹ മാധ്യമങ്ങളിലിട്ട് അദ്ദേഹത്തെ പരിഹസിക്കാനേ ഉപയോഗിച്ചുള്ളൂ. ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ എന്തായിരിക്കും? തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ എന്താ നമുക്ക് പിന്നീട് അറിയാം. സുരേന്ദ്രൻ ഏറ്റവും വലിയ ശത്രു സുരേന്ദ്രനാണ്. അതാണ് ഏറ്റവും വലിയ കാര്യം. സുരേന്ദ്രൻ്റെ ചുറ്റുമുള്ള ചതിക്കുഴികളെ പറ്റി ഒരു ധാരണയില്ല. സുരേന്ദ്രൻ അതുകൊണ്ട് തന്നെ ഇതിലൊക്കെ പോയി വീഴുകയും ചെയ്യും. അതാണ് സുരേന്ദ്രൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. സുരേന്ദ്രൻ അങ്ങനെ ചുറ്റും ചതിക്കുഴികൾ സുരേന്ദ്രൻ്റെ ചുറ്റും ഒതുക്കപ്പെടാൻ കാരണം ശോഭാ സുരേന്ദ്രനായിരുന്നു ഒരു കാലത്ത് ബി ജെ പിയുടെ പ്രധാനപ്പെട്ട ഫേസ്, മീഡിയ ഫേസ്. രണ്ടെണ്ണത്തിനോട് പറഞ്ഞു നിൽക്കാൻ ഭയങ്കര പാടായിരുന്നു. അങ്ങനെ രണ്ടുപേരും അങ്ങനെ വന്നു. പക്ഷെ സുരേന്ദ്രൻ കുറച്ചും കൂടി മുരളീധരനൊക്കെ ഫണ്ട് ആയതുകൊണ്ട് കുറച്ചുകൂടി അത് പെട്ടെന്ന് ബൂസ്റ്റ് പാർട്ടി കിട്ടി. ആ ബൂസ്റ്റ് പെട്ടെന്ന് വളരുകയും ചെയ്തു. അപ്പം അന്ന് ഡിബേറ്റിലൊക്കെ സുരേന്ദ്രനെ പിടിച്ച ആളുകൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ പെട്ടെന്ന് വളർന്ന് ഇതിപ്പോൾ സുരേന്ദ്രനെ പറ്റിയിട്ട് ബി ജെ പിക്കാർക്ക് ആർ എസ് എസ്കാർക്ക് പ്രതീക്ഷ കൂടുതലാണ്. അപ്പോൾ ശോഭാ സുരേന്ദ്രന് ഈ പ്രശ്നമുണ്ട്. അവരെ പറ്റി പ്രതീക്ഷ വളരെ കൂടുതലാണ്. അവർ കീ പൊസിഷനിൽ എത്തിയിട്ട് അവർക്ക് അങ്ങനെ പെർഫോം ചെയ്യാൻ പറ്റില്ല. അവരുടെ ഇമേജ് താഴോട്ട് പോകും. അതാണ് വലിയ സുരേന്ദ്രന് പറ്റിയതാണ്. അങ്ങനെയുള്ള സുരേന്ദ്രൻ ഞങ്ങളുടെ നാട്ടിൽ തന്നെ, എൻ്റെ പപ്പാനൊക്കെ പരിചയമുള്ള ആളാണ് സുരേന്ദ്രൻ. കോഴിക്കോട് ഭാഗം, കോഴിക്കോട് ഞങ്ങളെ ബാലുശ്ശേരി പിന്നെ നാദാപുര ഏരിയയിലുള്ളതാണ് സുരേന്ദ്രൻ. അപ്പം ആ നാട്ടുകാർക്ക് പൊതുവേ ചെറു പ്രശ്നങ്ങളുണ്ട്. അതിലിപ്പോൾ എന്നൊക്കെ എൻ്റെ സ്വഭാവത്തിനൊക്കെ പ്രശ്നങ്ങളുണ്ട്. എനിക്കുണ്ട്, രഞ്ജിത്തിനുണ്ട്. പിന്നെ അതിൽ അങ്ങനെ അവിടെ ഉള്ള ഒരു സോഫ്റ്റ്വെയർ ആൾ ഗിരീഷ് പുത്തഞ്ചേരിയാണ്. പിന്നെ വേറെ ഞങ്ങളുടെ നാട്ടിലുള്ള ഒരാളാണ് സന്തോഷ് പണ്ഡിറ്റ്. വേറെ ഒരാളാണ് സുരഭി ലക്ഷ്മി. വേറെ കുറച്ചുകൂടി തിരുവനന്തപുരത്ത് ജനിച്ചു വളർന്നുകൊണ്ടായിരിക്കാം അദ്ദേഹത്തിൻ്റെ വേരുകൾ ബാലുശ്ശേരിയാണ്. നമ്മുടെ അനുപമേന സോഫ്റ്റാണ്. ഈ നാട്ടുകാർക്ക് ആ പ്രശ്നമുണ്ട്. ആ നാടിൻ്റെ ഒരു പ്രശ്നം സുരേന്ദ്രനുണ്ട്. ഇപ്പോൾ പ്രഗത്ഭരൊക്കെ നിങ്ങളുടെ നാട്ടിലുണ്ട്. പിന്നെ നാട്ടിൽ ഭയങ്കര ആളുകളുണ്ട്. അപ്പോൾ സുരേന്ദ്രൻ്റെ ഒരു കാര്യം, സുരേന്ദ്രൻ ഈ സംയുക്ത വർമ്മയുടെ അമ്മയുടെ വീട്, അച്ഛൻ്റെ വീട് തന്നെ അവിടെയാണ്, ബാലുശ്ശേരിയാണ്. രമയുടെ അച്ഛനായിരുന്നു അവിടെ പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി ആയിരുന്നു. കെ കെ രമ ബേസിക്കലി അവരുടെ സ്വഭാവം സംസാരം കേട്ട ബാലുശ്ശേരിക്കാരിയാണ് അവർ. വടകര ഭർത്താവിൻ്റെ വീടല്ലേ. അപ്പം അങ്ങനെ ആ നാടിൻ്റെ ഒരു പ്രശ്നമുണ്ട് അദ്ദേഹത്തിന്. ആ നാടിൻ്റെ പ്രശ്നം മറ്റുള്ളവർക്ക് അത് പ്രശ്നമായി. ആരുടെ തന്നെ അങ്ങ് വിട്ടുകൊടുക്കില്ല. പറയാനുള്ള മുഖത്ത് നോക്കി പറയും. ഏതാവും വന്നാലും ഞാനാണെന്നുള്ളൊരു ഭാവം. ഇതൊക്കെ രഞ്ജിത്തിൽ നോക്കിയാൽ മതി. ഇതാ നാടിൻ്റെ ഒരു പ്രത്യേകത. അത് കോഴിക്കോടിനെ വടകര രണ്ട് കൾച്ചറൽ സ്പേസിനിടയിൽ ടൈറ്റാക്കി സാൻഡ്വിച്ച് ചെയ്യപ്പെട്ട ഒരു പ്രദേശമാണ്. അപ്പോൾ രണ്ട് നാട്ടിൻ്റെ സ്വഭാവങ്ങളുള്ളൊരു സ്ഥലമാണ്. നിങ്ങൾ ഈ പറഞ്ഞ ക്യാരക്ടേഴ്സിനെ മൊത്തം എടുത്ത് നോക്കിയാൽ അത് ചില ട്രേഡ്സ് കാണാൻ പറ്റും. ഇതാണ് സുരേന്ദ്രൻ്റെ പ്രശ്നം. അപ്പോൾ സുരേന്ദ്രൻ അങ്ങനെ നേതാവായിട്ടൊക്കെ വന്നിട്ട് അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് കിട്ടുന്ന സീറ്റ് കാസർഗോഡാണ് മത്സരിക്കുന്നത്. ബി ജെ പിക്ക് ഏറ്റവും സാധ്യതയുള്ള സീറ്റ്. ഇത് ശരിക്കും കോഴിക്കോട് മത്സരിച്ചാൽ മതി. പക്ഷേ അദ്ദേഹത്തിന് കാസർഗോഡുണ്ട്. അതായത് തുളു ഏതൊക്കെ ഭാഷ അറിയാം, കന്നഡയും. സുരേന്ദ്രൻ ഏറ്റവും വലിയ ഗുണമെന്ന് വെച്ചാൽ പണ്ട് വയനാട്ടിലെ ഏതോ ഒരു എസ്റ്റേറ്റിൽ മാനേജറായിരുന്നു, രാഷ്ട്രീയത്തിൽ എഴുതുന്നതിനൊക്കെ മുമ്പ്. അപ്പോൾ അന്ന് കുറേ ഭാഷ പഠിച്ചിട്ടുണ്ട്. സുരേന്ദ്രൻ്റെ അസറ്റ് ഈ ഭാഷയാണ്. അപ്പം പിന്നെ ഈ ബാലുശ്ശേരിക്കാരൻ്റെ മെൻറ്റാലിറ്റി ഉണ്ട് ഫൈറ്റ് ചെയ്യാനുള്ളത്. ഇതാണ് സുരേന്ദ്രൻ. അങ്ങനെ അപ്പോൾ കാസർഗോഡ് പോയി മത്സരിക്കുന്നു. സുരേന്ദ്രൻ ചെറിയ വോട്ടിന് തോൽക്കുന്നു. അത് കഴിഞ്ഞിട്ട് സുരേന്ദ്രൻ സംസ്ഥാന പ്രസിഡന്റാവും. സംസ്ഥാന പ്രസിഡന്റ് ഭയങ്കര പ്രതീക്ഷയായിരുന്നു. അങ്ങനെ തീപ്പരി നേതാവല്ലേ. പക്ഷേ ഏത് തീപ്പരി നേതാവ് വിചാരിച്ചാലും പെട്ടെന്നൊന്നും വളർച്ചയൊന്നും പാർട്ടിക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. സുരേന്ദ്രൻ്റെ മുമ്പ് മുരളീധരനായിരുന്നു വലിയ രീതിയിൽ ഇവരെ മുന്നോട്ട് കൊണ്ടുവന്നത്. അതിനുശേഷം ശ്രീധരൻ പിള്ളയും ഇയാളും പിന്നെ കുമ്മനവും അത് വലിയ രീതിയിൽ താഴോട്ട് പോകാൻ നോക്കി. എന്നാൽ സുരേന്ദ്രൻ്റെ സമയമാകുമ്പോഴേക്ക് കോവിഡ് വന്ന് പിണറായി തരംഗം വന്നു. നിയമസഭാ ഇലക്ഷനിൽ 16% വോട്ട് നേരെ 12ലേക്ക് പോയി. അതാണ് സുരേന്ദ്രൻ കിട്ടിയ ഏറ്റവും വലിയ അടി. പിന്നെ സുരേന്ദ്രൻ ഈ പറയുന്നതിൻ്റെ അത് വായിൽ കിട്ടുന്ന ഇൻഫർമേഷൻ മൊത്തം വിളിച്ചു പറയും. അപ്പോൾ കൊടിയേരിയുടെ മോൻ്റെ കല്യാണത്തിന് ദാവൂദ് ഇബ്രാഹിമിൻ്റെ ആളുകൾ വന്നു, എൻ്റെ ഈ തെളിവുണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊക്കെ ഇന്ന് വിടും നാളെ വിടും. സുരേന്ദ്രൻ ഇതുവരെ തെളിവ് ഓർത്തിട്ടില്ല. അപ്പോൾ ഞാൻ രഹസ്യമായി അന്വേഷിച്ചപ്പോൾ കേട്ടത് ആരോ സുരേന്ദ്രനെ കാല് പിടിച്ചു, പ്ലീസ് വിടല്ലെന്ന്. അതൊന്നും നമുക്ക് കൺവിൻസിങ് അല്ല. ഒന്ന് നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾ മിണ്ടാതിരിക്കുക. ഈ പറഞ്ഞ സ്ഥിതിക്ക് നിങ്ങളത് പുറത്ത് വിടുക. ഇല്ലെങ്കിൽ നിങ്ങളെ ഇമേജാണ് പോവുക. ആരൊക്കെ ഭാവി ഓർത്തിൽ അദ്ദേഹം മിണ്ടാതിരുന്നോ അവരൊക്കെ അത് ഉപയോഗപ്പെടുത്തും അദ്ദേഹത്തിന്. ഇപ്പം നമ്മുടെ ഗോപാലകൃഷ്ണൻ മാപ്പ് പറഞ്ഞില്ലേ, ആ ശ്രീമതി ടീച്ചർ കരഞ്ഞ് പിടിച്ച് പറഞ്ഞുകൊണ്ട് പറഞ്ഞ ഇതാണ്. എന്ന് വെച്ചാൽ അവർക്ക് ഭയങ്കര നാണക്കേടായിപ്പോയി. അതുകൊണ്ട് അവരുടെ റിക്വസ്റ്റിന് പുറത്ത് ആണ് ആ ഒരു സംഭവം ഉണ്ടായത്. പക്ഷെ അവസാനം പറഞ്ഞപ്പോൾ എന്തായി, ഗോപാലകൃഷ്ണൻ മാപ്പ് പറഞ്ഞു. അങ്ങനെയല്ല അത് സംഭവം.
അവസാനം ഗോപാലകൃഷ്ണൻ നല്ല മനസ്സിൽ ഗോപാലകൃഷ്ണൻ ആളുകൾ കളിയാക്കി. ഇത് തന്നെ സുരേന്ദ്രന് പറ്റിയത് എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്, എന്നാണ് സുരേന്ദ്രൻ്റെ വേർഷനായിട്ട് സുരേന്ദ്രൻ്റെ ഫ്രണ്ട്സ് എന്നോട് പറഞ്ഞത്. അപ്പോൾ അതങ്ങനെ വന്നു. പിന്നെ അത് കഴിഞ്ഞ് സുരേന്ദ്രനെ ഏറ്റവും വലിയ ശബരിമലയിലെ വിഷയത്തിലൊക്കെ ഇടപെട്ടു സജീവമായ. പക്ഷേ അതിനുശേഷം മൂപ്പര് 2 സ്ഥലത്ത് ഒരേ സമയം കയറി മത്സരിച്ചു, കോന്നിയിലും മഞ്ചേശ്വരം. രണ്ടും ജയിക്കാൻ സാധ്യതയുള്ള സീറ്റുകളാണ്. ഇതോടുകൂടി 2 സീറ്റും അടി കിട്ടി. അതൊരിക്കലും ആവശ്യമില്ല. ഞാൻ ചോദിച്ചാൽ ഭയങ്കര അഹങ്കാരത്തോടു കൂടി പോകും, ഞങ്ങളെ പാർട്ടിയുടെ തീരുമാനം നമ്മൾ ചെയ്യും. ഇനി ഹെലികോപ്റ്ററിലൊക്കെ പോയി യാത്ര നടത്തുകയെന്ന് വെച്ചാൽ അത് കേരളം പോലുള്ള സ്ഥലത്ത് ആളുകൾ സുരേന്ദ്രൻ അറിയാം ബാലുശ്ശേരിക്കാരെന്ന് കളിയാക്കി കൊല്ലും. ഇമാതിരി ഞങ്ങളവിടെ പ്രാഞ്ചേട്ടന്മാർ കുറവാണ്, പൈസ അല്ലെങ്കിൽ കാശുള്ളവൻ തന്നെ വളരെ ഡൗൺ ടു ഹെർത്ത് ആയിട്ട് നിൽക്കുന്ന സ്ഥലമാണ്. അത് കളിയാക്കി കൊന്നുകളയും. അങ്ങനെ ആ നാടിൻ്റെ സ്വഭാവമാണ്. അപ്പം മുമ്പ് ഹെലികോപ്റ്ററിലൊക്കെ അങ്ങനെ കറങ്ങി കിടക്കും, അതൊരു അസൂയ ഉണ്ടാക്കും. ആദ്യമായിട്ടാണ് ഇത്തരം ഫെസിലിറ്റീസൊക്കെ ഒരു BJP നേതാവിന് കിട്ടുന്നത്. അങ്ങനെ പിന്നെ മാത്രമല്ല മറുപക്ഷത്തും സുരേന്ദ്രൻ ഭയങ്കര ഗ്രൂപ്പ് കളിക്കുന്നു എന്ന് അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ സുരേന്ദ്രൻ എന്ന് പറയുമ്പോൾ തന്നെ BJPക്കാർ അവസ്ഥക്കാരും പലരും മോഞ്ചു വിളിക്കുന്ന അവസ്ഥയാണ്. ഈ ഒന്ന് സുരേന്ദ്രൻ്റെ ഇങ്ങനെയുള്ള എന്താണ് വലിയ വർത്തമാനങ്ങൾ പറയും, എന്നാൽ അത് അതിൻ്റെ എൻഡ് വരെ പോകാൻ അദ്ദേഹത്തിന് പലപ്പോഴും പറ്റിയിട്ടില്ല. പിന്നെ 2 സ്ഥലത്ത് മത്സരിച്ചത് അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഇമേജ് അദ്ദേഹമായിട്ട് കളഞ്ഞു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് മോഡിയുടെ ട്രാൻസ്ലേഷന് പോയി, ഹിന്ദി അറിയില്ലെങ്കിൽ ഈ പണിക്കാണ് പോയത് പ്രധാനമന്ത്രിയുടെ ട്രാൻസ്ലേഷന്. അദ്ദേഹത്തിന് ഹിന്ദി സംസാരിക്കാനൊക്കെ അറിയാം, പക്ഷേ ആ വേദിയിലെ പോലുള്ള ആൾ വേദിയിലേക്ക് ആ ട്രാൻസ്ലേഷൻ കൃത്യമായിരിക്കണ്ടേ. അത് ഭയങ്കര നാണക്കേടായി. അവിടെ തൊട്ടാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഗ്രാഫ് താഴോട്ട് വരുന്നത്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു കരിയറിൻ്റെ ഫ്ലാഗ് എൻഡിൽ നിൽക്കുമ്പോഴാണ് ലോക്സഭാ ഇലക്ഷൻ വരുന്നത്. സുരേഷ് ഗോപി ജയിക്കുന്നു, രാജീവ് ടോപ്പിലെത്തുന്നു. പക്ഷേ അതിൻ്റെ ഒരു ക്രെഡിറ്റ് ഇൻഡയറക്റ്റ്ലി അദ്ദേഹത്തിന് ബന്ധപ്പെട്ടതാണെങ്കിൽ പോലും അദ്ദേഹത്തിന് അതിന് കൊടുക്കാൻ തയ്യാറല്ല. സുരേഷ് ഗോപിയുടെ സ്വാധീനം, രാജീവ് ഇവിടെ തോറ്റ അതിൻ്റെ ഉള്ളിൽ വലിയ നടന്നുകൊണ്ടാണ് ഇവിടെ വിജയം സുരേഷ് ഗോപിക്ക് മാത്രമായിട്ട്. രാജീവ് ആയിരുന്നു ജയിക്കേണ്ടത്, രാജീവ് പക്ഷേ അവിടെ വലിച്ചു തോൽപ്പിച്ചാന്നുള്ള വിശ്വാസമുണ്ട്. അപ്പം അതും കിട്ടിയില്ല. അപ്പം വലിച്ചു തോൽപ്പിച്ച സത്യം സുരേന്ദ്രൻ എന്നല്ല, വേറെ ചില ആളുകളാണ്. സുരേന്ദ്രനെക്കാളും കൂടിയ ഐറ്റംസാണ് വലിച്ചത്, സുരേന്ദ്രൻ നല്ലത്. അതിൽ കൂടിയ ഐറ്റംസ് ഉണ്ട്. അത് വേറെ ഐഡിയോളജിക്കൽ കാരണമായിരുന്നു, കുമ്മനത്തിന് സീറ്റ് കൊടുക്കാത്തതിൻ്റെ പ്രശ്നമായിരുന്നു. അപ്പം അങ്ങനെയൊക്കെ വന്നപ്പോഴാണ് സുരേന്ദ്രൻ പിന്നെ രാജീവ് ചന്ദ്രശേഖരൻ വന്നു. എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ള സുരേന്ദ്രൻ ശോഭാ സുരേന്ദ്രനും സുരേന്ദ്രൻ എപ്പോഴും ചാനലുകളിൽ നിൽക്കണം, അയാൾ നല്ലൊരു ഡിബേറ്ററാണ്. ശോഭാ സുരേന്ദ്രൻ മാസ് വലിയ വേദികളിൽ അവർക്ക് പ്രസംഗിക്കാനുള്ള ചാൻസ് ഉണ്ടായിക്കൂടെ, ആ വേദീനെ ഇളക്കി മാറും. അത് സുരേന്ദ്രനെ കഴിവില്ല, അത് ഇവർക്കുണ്ട്. ശോഭാ സുരേന്ദ്രനെക്കാളും നല്ല മീഡിയ ഡിബേറ്റർ സുരേന്ദ്രനാണ്. പിന്നെ സുരേന്ദ്രൻ ഞാൻ കണ്ട ക്വാളിറ്റി എന്ന് വെച്ചാൽ പല BJPക്കാരെയും ഈ ഇസ്ലാമിസ്റ്റുകൾക്കും ഇവാഞ്ചലിസ്റ്റുകൾക്കും ഒക്കെ ഇഷ്ടമാണ്. എന്നാൽ അവർക്ക് തീരെ ഇഷ്ടമല്ലാത്ത 2 പേര് ശോഭാ സുരേന്ദ്രനും ഈ സുരേന്ദ്രനാണ്. അപ്പം അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ കോർ ആയിട്ടുള്ള വിഷയങ്ങളിൽ ശോഭാ സുരേന്ദ്രൻ പൊതുവെ കോംപ്രമൈസ് ഇല്ല, സുരേന്ദ്രൻ കോംപ്രമൈസ് ചെയ്യില്ല. അത് സുരേന്ദ്രൻ ഗുണമാണ്. പിന്നെ സുരേന്ദ്രൻ വേറൊരു ഭയങ്കര പ്രശ്നമായപ്പോൾ ഈ ഉള്ളിക്കഥ വിവാദമാണ്. ഞങ്ങൾ ബാലുശ്ശേരിയിലുള്ള ഹിന്ദുക്കൾ, അത് നമ്പൂരിമാരല്ല ഈ ക്ഷത്രിയരല്ലത് ആക്കിയത് എല്ലാവരും ബീഫ് കഴിക്കും. അത് ഒരു പ്രോബ്ലം ഉള്ള കാര്യം തന്നെ. സുരേന്ദ്രൻ അങ്ങ് പറഞ്ഞാൽ മതിയായിരുന്നു, കേരളത്തിൻ്റെ രീതിയാണ്. അപ്പം സുരേന്ദ്രൻ അത് വെറുതെ കവർ ചെയ്യാൻ ശ്രമിച്ചതാണ് സുരേന്ദ്രൻ വേറെ നടക്കുക. സുരേന്ദ്രൻ തൻ്റെടി എന്നുള്ള ശോഭാ സുരേന്ദ്രൻ കൊണ്ട് നമ്മളത് തൻ്റെടി, അതുപോലെ തൻ്റെയുള്ള ആളായിട്ടാണ് അദ്ദേഹത്തെ കണ്ടത്. ഇതൊക്കെയാണ് വിഷയം. എങ്കിൽ പോലും ഈ വരുന്ന ഇലക്ഷനിൽ ചിലപ്പോൾ സുരേന്ദ്രൻ ജയിക്കാൻ സാധ്യതയുണ്ട്. കാസർഗോഡ് മഞ്ചേശ്വരത്ത് ജയിക്കാൻ. 2014 നിസാര വോട്ടിനാണ് തോറ്റത്. ഇത്തവണ കാര്യങ്ങൾ ഏതാണ്ടൊക്കെ അനുകൂലമാണ്. സുരേന്ദ്രൻ അധികം ഈ കെണി വെച്ചിരിക്കുന്ന മീഡിയയുടെ മുന്നിൽ വായി തുറക്കരുത്. കെണി വെച്ചിരിക്കുന്ന മീഡിയയുടെ മുന്നിൽ പോയി വായി തുറക്കാതിരുന്നാൽ മതി. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ സുരേന്ദ്രൻ ജയിച്ചു. സുരേന്ദ്രൻ നല്ല നേതാവാണ്, പിന്നെ അയാൾക്ക് കാര്യങ്ങൾ നടത്താൻ അറിയാം, ബുദ്ധിമുട്ടുകളൊക്കെ അറിയുന്ന ഒരാളാണ്. പക്ഷെ അയാളെ പറ്റി ഒരു ഭയങ്കര ഒരു മോശക്കാരെന്നുള്ള ഇമേജ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞാനും അയാളെ ക്രിട്ടിസൈസ് ഒക്കെ ചെയ്തിട്ടുണ്ട്, സുരേഷ് ഗോപിയായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ. അനവസരത്തിൽ അതിലൊന്നും എനിക്ക് വിഷമമൊന്നുമില്ല. പക്ഷെ സുരേന്ദ്രൻ നമ്മുടെ നിയമസഭയിലേക്ക് വരേണ്ട ഒരു നേതാവ് തന്നെയാണ്, അത് സംശയമൊന്നുമില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.